അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ട് ഇരിക്കുന്ന ഒരു സന്ദർഭമാണിത്. റമദാനിൽ നേടിയെടുത്ത എല്ലാ പുണ്യങ്ങളും, അതേപോലെ തന്നെ അതിൽ നമ്മൾ ശീലിച്ച എല്ലാ ശീലങ്ങളും റമദാനിന് ശേഷവും കൊണ്ട് നടക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അള്ളാഹു അതിന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള സ്നേഹം നമ്മളിൽ നിറക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമുണ്ടാകും. മൊത്തം വിശ്വാസികളോടും നമുക്ക് സ്നേഹം കടന്നു വരും. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്നേഹം നിറച്ചാൽ അത് പ്രകൃതിയെ തന്നെ മാറ്റിയെടുക്കും എന്നുള്ളതിൻ്റെ തെളിവ് ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരുക്കപ്പെട്ട തീക്കുണ്ടാരത്തെ ബർദൻ വ സലാമ, തണുപ്പും അതേപോലെ തന്നെ സമാധാനവുമായി മാറ്റിയെടുക്കുവാൻ സാധിച്ചത് ഈ സ്നേഹം കൊണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാമക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കല്ലുകൾ പൊട്ടിച്ച് അതിലൂടെ ഉറവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാറ പൊട്ടിച്ച് ഉറവ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിൽ അടിച്ചിട്ട് അത് പാറ കണക്കെ മാറ്റിയെടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള സ്നേഹം വളരെ അഗാധമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. വിശ്വാസികളുടെ പ്രത്യേകതയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവെ അങ്ങേയറ്റം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ എന്ന് പറയുന്നത്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളതിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞതിന് ശേഷമാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അവരല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. നമുക്കറിയാലോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ആജിലത്തായിരിക്കുന്ന ഒരു സംഗതിയോട് അവർക്ക്, അതായത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഗതിയോട് അവർക്ക് വല്ലാത്ത സ്നേഹം. വതദറൂനൽ ആഖിറ, എന്നാൽ വരാനിരിക്കുന്ന ആഖിറത്തായിരിക്കുന്ന ഒരു സംഗതിയെ വിട്ടുകൊണ്ടാണ് അവർ ആജിലത്തായിരിക്കുന്ന വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒന്നിലേക്ക് ഈ പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരിക്കുകയില്ല വിശ്വാസികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയുണ്ട്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾക്ക് വിശ്വാസികളാകുന്നത് വരെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾക്ക് വിശ്വാസികളാകാനും പറ്റൂല. അപ്പോൾ വിശ്വാസികൾക്കിടയിൽ തന്നെ പരസ്പര സ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകണം. അതേപോലെ തന്നെ അവർക്ക് അള്ളാഹുവിനോട് ഏറ്റവും വലിയ സ്നേഹവും ഉണ്ടാകണം. അങ്ങനെ ആയിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ ഇടയിൽ നിന്നൊക്കെയുള്ള ചില സംഗതികളുണ്ടല്ലോ, അതൊക്കെ നേരിടുവാനുള്ള കരുത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഈ സ്നേഹം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവെ അഗാധമായി സ്നേഹിക്കുവാൻ ഒരിക്കലും തന്നെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടല്ലാതെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുകയാണ് എങ്കിൽ എല്ലാത്തിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതല്ല താൽക്കാലികമായിട്ട് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സംഗതികളോടാണ് നമ്മളുടെ സ്നേഹം നിലനിൽക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് തീർച്ചയായിട്ടും നശിച്ചു പോകുന്നതാണ്. ഒരിക്കലും തന്നെ നമുക്ക് അത് കിട്ടില്ല. അപ്പോൾ ചില ആളുകളുടെ
സ്നേഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ചിലപ്പം സ്നേഹിക്കുന്നത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ചിലപ്പം സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ചിലപ്പം തറവാടിത്തത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ആ ബന്ധങ്ങൾ ചിലപ്പം അതൊക്കെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ നഷ്ടപ്പെടും. സമ്പത്തുള്ളവൻ്റെ സമ്പത്ത് ചിലപ്പം ദുനിയാവിലില്ലാതായിത്തീരും. സൗന്ദര്യം എന്ന് പറയുന്നത് ശാശ്വതമായി നിലനിൽക്കുന്നതല്ല, അതും ഇല്ലാതായിത്തീരും. അതേപോലെ തന്നെ നമുക്കില്ലാതായിത്തീരുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഈ തറവാടിത്തം എന്നൊക്കെ പറയുന്ന ദുനിയാവിൽ കാണുന്ന ചില സംഗതികൾ. അതൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ വല്ലാതെ വിഷമിക്കും. കാരണം ഏതടിസ്ഥാനത്തിലാണോ അവർ സ്നേഹിച്ചിരുന്നത് അവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആ സ്നേഹബന്ധം കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു കണ്ടീഷനും ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആലയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാക്കി തരുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധ്യമാക്കണം. ഈ റമദാനിൽ ഉടനീളം നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തുടർന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല അതിനെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ഫഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.